വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടെ പുത്തൻകുരിശ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ സേഫ് 2025 എന്ന പേരിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി യോഗം സംഘടിപ്പിച്ചു. പിറവം കമ്പാനിയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി യോഗം പുത്തൻകുരിശ് ഡിവൈഎസ്പി VT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പുത്തൻകുരിശ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സേവ് 2025 റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി യോഗം പുത്തൻകുരിശ് ഡിവൈഎസ്പി VT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ കാലം നമ്മൾ കഴിഞ്ഞു പോന്നിരുന്ന ഓരോ ദിവസങ്ങളേക്കാൾ കൂടുതൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഓരോ ദിവസവും കടന്നത്. ഇപ്പോൾ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള വെല്ലുവിളികളാണ്. നിങ്ങൾ ഞങ്ങളെക്കാൾ പ്രായമുള്ളവരായി, പക്ഷേ ലോകാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളാണ് സീനിയേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ആളുകളും വ്യത്യസ്തങ്ങളായ ഓരോ അനുഭവങ്ങളുമായിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. പിറവം കമ്പാനിയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാമമംഗലം ഇൻസ്പെക്ടർ KP മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പോലീസിന് ജനങ്ങളുമായിട്ട് ഏറ്റവും അധികം സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങളെ നേരിട്ടറിയാനും കഴിയുന്ന ഒരു വേദിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റെസിഡൻസ് അസോസിയേഷനുകളാണ്. ജനറേറ്ററി പോലീസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ട് ഏറ്റവും സഹകരിക്കുന്ന ഒന്ന് റെസിഡൻസ് അസോസിയേഷനുകളാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷനുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിറവം ഇൻസ്പെക്ടർ KS സന്തോഷ് കുമാർ, ചോറ്റാനിക്കര ഇൻസ്പെക്ടർ KN മനോജ്, മുളന്തുരുത്തി ഇൻസ്പെക്ടർ മനേഷ് K പൗലോസ്, പിറവം നഗരസഭാ ഡിവിഷൻ കൗൺസിലർ രമ വിജയൻ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജെയ്സൺ K മാത്യു, KJ സാജു, MR ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എല്ലാ പ്രശ്നങ്ങളും ഇടപെടുകയും നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന രണ്ട് അസോസിയേഷനുകളാണ്. അതിന് ഒരംഗം എന്ന നിലയിൽ എനിക്ക് അങ്ങേറ്റത്തെ അറിയാവുന്നതാണ്. കുറ്റകൃത്യങ്ങളും ലഹരി വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടെ നടന്ന യോഗത്തിൽ രാമമംഗലം, പുത്തൻകുരിശ്, കൂത്താട്ടുകുളം, പിറവം, മുളന്തുരുത്തി, ചോറ്റാനിക്കര സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. പോലീസും ജനങ്ങളും തമ്മിലുള്ള അന്തരം കുറച്ച് കൂടുതൽ കാര്യക്ഷമമായി പോലീസിംഗ് നടത്തുന്നതിനുമായി നിലവിലെ പോലീസിലെ പോരായ്മകൾ പരിഹരിച്ചു. ജനങ്ങളിൽ നിന്ന് ഇനിയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ, പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് കൂടുതൽ കാര്യക്ഷമതയുള്ള പോലീസിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിനുമാണ് സേഫ് 2025 എന്ന പേരിൽ ഇങ്ങനെയൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.